യഥാർത്ഥത്തിൽ ഈ വിധികർത്താക്കള് ഈ നമ്മുടെ ഇപ്പം DPIL ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരോ അവരൊക്കെ ഓരോ വിധികർത്താക്കളെ വിളിക്കുകയാണ്. സബ് ജില്ലാ കലോത്സവ ഈ അധ്യാപകര് ഓരോ വിധികർത്താക്കളെ വിളിക്കുകയാണ്. അങ്ങനെ ഈ വിധികർത്താക്കളുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഈ സ്വാധീനത്തിന്റെ പുറകിൽ പോയി ചെന്ന് ഈ കലോത്സവത്തിൽ പ്രൈസുകൾ കൂടുതലും മറിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അധ്യാപകർ വിചാരിക്കുന്നു ഈ വന്നിരിക്കുന്ന വിധികർത്താവ് വളരെ ജനീവലാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ പലയിടത്തും ഇപ്പോൾ ഇത് കൂടുതലായിട്ട് വരികയാണ്. അതുകൊണ്ട് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പിന്നെ നമ്മുടെ ഫോൺ വരെ സെർച്ച് ചെയ്യുമെന്ന് ഇങ്ങനെ അത് പിന്നെ അന്വേഷിക്കും എന്ന രീതിയിലുള്ള ഒരു നിലപാട് ഉള്ളതുപോലെ തന്നെ സ്കൂൾ കലോത്സവം തന്നെ സ്കൂളിൽ, അതായത് നമ്മുടെ ഓരോ സ്കൂൾ മത്സരങ്ങളിൽ പോലും ഈ ഒരു തീരുമാനം എടുക്കുകയും ഇവരുടെ സബ് ജില്ലയ്ക്ക് തൊട്ട് ആ കുട്ടികളുടെ ഫോണ്, ആ വന്നിരിക്കുന്ന വിധികർത്താക്കളുടെ ഫോണുകൾ വിജിലൻസിന് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഒരു തീരുമാനം കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെ ഏറ്റവും കൂടുതൽ പിഴ നടക്കുന്നത് ഈ ഒരു കലോത്സവത്തിൽ നടക്കുന്നത് ഒരിക്കലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലല്ല. സംസ്ഥാന സ്കൂൾ കലോത്സവം ഏകദേശം ഞാൻ ഈ കലാഫീൽഡിലായപ്പം തൊട്ട് ഏകദേശം കുറച്ച് മാന്യമായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ തുടങ്ങുകയാണ് ഈ യഥാർത്ഥ വിധി നിർണയം നടക്കാതെ ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ ആ കഴിവുള്ള കുഞ്ഞുങ്ങളെ ഔട്ടാക്കിക്കൊണ്ട് ഈ സ്വാധീനത്തിന്റെ ഒരു മാഫിയ സംഘം തന്നെ നമ്മുടെ ഈ ഒരു കേരളത്തിൽ വളരെ ഇതായിട്ട് പ്രവർത്തിക്കുകയാണ്. അവർക്ക് ഇഷ്ടമല്ലാത്തവർക്കെല്ലാം C ഗ്രേഡ് D ഗ്രേഡ് അവസാനം ഒരു കുഞ്ഞിനെ അവരുടെ ജീവിതത്തിൽ ഈ കലയെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് തള്ളിക്കളയാണ്. അങ്ങനെ ഒരു മാഫിയ സംഘം തന്നെ കേരളത്തിലുണ്ട്. അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് എതിരായിട്ട് ഉള്ള കാര്യങ്ങൾ സ്കൂൾ തലം തൊട്ട് മാറ്റി കൊണ്ടുവന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഇപ്പം ആ മോള് പറഞ്ഞതുപോലെ കലോത്സവത്തില് അത്രയ്ക്ക് നല്ല പെർഫോം ചെയ്യുന്ന ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും അവർക്ക് അപ്പീലും കിട്ടുന്നില്ല. അവർക്ക് യഥാർത്ഥത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ ഈ യഥാർത്ഥ കഴിവുകളുള്ള ഒരു കുഞ്ഞുങ്ങളും വരുന്നില്ല. അതുകൊണ്ടാണ് പല ജില്ലകളും അവസാനം 0-ൽ എത്തുന്നത്.